ശ്രീകൃഷ്ണ കോളേജ് ഫോർ ഹെൽത്ത് കെയർ ആൻഡ് മീഡിയ സ്റ്റഡീസ്. VWalk മെഡിക്കൽ ആപ്പ്, നഴ്സിംഗ് ഡിപ്ലോമ, പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികച്ച ആശുപത്രികളിലും ഫാർമസികളിലും പരിശീലനം. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് പ്രത്യേകാനുകൂല്യങ്ങൾ. കൂടാതെ ഓൺലൈൻ ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്. 9800 വനിതകൾക്ക് ജോലി നേടിക്കൊടുത്ത വടക്കാഞ്ചേരിയിലെ 28 വർഷത്തെ പാരമ്പര്യമുള്ള അംഗീകൃത സ്ഥാപനം. +2 തോറ്റവർക്കും ജയിച്ചവർക്കും പ്രവേശനം. ശ്രീകൃഷ്ണ കോളേജ് ഫോർ ഹെൽത്ത് കെയർ ആൻഡ് മീഡിയ സ്റ്റഡീസ്, ഓട്ടുപാറ ബൈപ്പാസ് ജംഗ്ഷൻ, അറേബ്യൻ മെഡിക്കൽസിന് സമീപം, അറേബ്യൻ ടയേഴ്സിന് മുകളിൽ. അത്യപൂർവ പ്രതിഷ്ഠകളാൽ പ്രസിദ്ധമായ കിള്ളിമംഗലം പളുങ്കിൽ ശിവനാരായണ ക്ഷേത്രത്തിൽ മഹാശിവപുരാണ ഏകാദശാഹ മഹായജ്ഞത്തിന് പ്രൗഢഗംഭീരമായ തുടക്കമായി. ചരിത്രപ്രസിദ്ധവും അത്യപൂർവവുമായ പ്രതിഷ്ഠാ വിശേഷങ്ങളുമുള്ള കിള്ളിമംഗലം പളുങ്കിൽ ശിവനാരായണ ക്ഷേത്രത്തിൽ മഹാശിവപുരാണ ഏകാദശാഹ മഹായജ്ഞത്തിന് ഭക്തി നിർഭരമായ തുടക്കമായി. മെയ് 16 മുതൽ 27 വരെ നീണ്ടുനിൽക്കുന്ന ഈ ആത്മീയ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് യജ്ഞാചാര്യൻ കിള്ളിമംഗലം രുദ്രകുമാർ വാര്യരെ പൂർണ്ണ കുംഭത്തോടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ ക്ഷേത്രത്തിലേക്ക് സ്വീകരിച്ചാനയിച്ചു. 3 വെവ്വേറെ ശ്രീകോവിലുകളിലായി 3 ശിവപ്രതിഷ്ഠകൾ കിഴക്കോട്ടും മറ്റൊരു ശ്രീകോവിലിൽ മഹാവിഷ്ണു പടിഞ്ഞാറോട്ടും ദർശനം നൽകുന്ന അത്യപൂർവമായ പ്രതിഷ്ഠാ ശൈലിയാണ് ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത. കേരളത്തിനകത്തും പുറത്തുമായി നിരവധി ശ്രീമദ് ഭാഗവത സപ്താഹങ്ങൾക്ക് നേതൃത്വം നൽകിയ പ്രമുഖ യജ്ഞാചാര്യൻ കിള്ളിമംഗലം ശ്രീ രുദ്രകുമാർ വാര്യരാണ് ഈ യജ്ഞത്തിന്റെ മുഖ്യ ആചാര്യൻ. യജ്ഞത്തോടനുബന്ധിച്ചുള്ള മഹാശിവ പുരാണ പാരായണത്തിന് ഗീത രുദ്രകുമാർ, ഗംഗാദേവി എന്നിവർ നേതൃത്വം നൽകുന്നു. പുണ്യപാരായണം നടക്കുന്ന യജ്ഞദിനങ്ങളിൽ വിശേഷാൽ പൂജകൾ, സമൂഹ പ്രാർത്ഥന, അഭിഷേകം, നിവേദ്യം, അരവണ വിതരണം, നാരായണീയ പാരായണം എന്നിവ ഉണ്ടായിരിക്കും. യജ്ഞത്തിന്റെ ഭാഗമായി മെയ് 19 ചൊവ്വാഴ്ച വൈകിട്ട് 5 മണിക്ക് കിള്ളിമംഗലം മങ്ങാടിക്കാവിൽ നിന്നും ആരംഭിച്ച് ക്ഷേത്രത്തിലേക്ക് എത്തുന്ന ഭക്തി നിർഭരമായ പാർവതി പരിണയ ഘോഷയാത്രയും ഉണ്ടായിരിക്കും. കലികാലത്തെ പാപനിവൃത്തിക്കും പുണ്യസമ്പാദനത്തിനുമായി ഒരുക്കിയിരിക്കുന്ന ഈ പുണ്യകർമ്മങ്ങളിൽ പങ്കാളികളാകാൻ നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നത്. ശല്യത്തിൽ നിന്ന് നമുക്ക് എങ്ങനെ പുറത്തു വരാം? കാലത്തിന്റെ കൈകളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ കാലാതീതന്റെ കാല് പിടിക്കണം. മൃത്യുവിന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ ആര് വേണം? മൃത്യുഞ്ജയൻ തന്നെ വേണം. യമന് പേടി ഒരാളെ മാത്രമേ ഉള്ളൂ. ആരാണത്? സാക്ഷാൽ പരമേശ്വരൻ. ആ പരമേശ്വരനെ യമന് പേടിയാണ്. യമൻ വന്നു കഴിഞ്ഞാൽ മണ്ടയ്ക്ക് ഒരു ചവിട്ട് കൊടുക്കാൻ നമുക്ക് സാധിക്കും. പരമേശ്വരനെ പ്രീതിപ്പെടുത്തിയാൽ മതി. അതിനാണ് ശിവപുരാണം. കാലാതീതന്റെ കാല് നമുക്ക് പിടിക്കാം. എല്ലാവർക്കും മൃത്യുഭയമുണ്ട്. നമുക്ക് എല്ലാവർക്കും ഉണ്ട് മൃത്യുഭയം. എല്ലാവർക്കും ഉണ്ടാവും യമൻ. ആ മൃത്യുഭയം ഉണ്ടാകണമെങ്കിൽ ശിവപുരാണം, ശിവന്റെ കഥകൾ കേൾക്കണം. എല്ലാം നശ്വരമാണ്. ഈശ്വരൻ മാത്രമാണ് സത്യം. നമ്മളൊക്കെ ഈ വികസനം എന്ന് പറയുന്നു. പക്ഷെ നമ്മളൊക്കെ ഈ പുറമോടി മാത്രമാണ് നമ്മളെല്ലാവരും കാണുന്നത്. അകത്തെ ആന്തരിക ചൈതന്യം, അനശ്വരമായ ആത്മാവിനെ കുറിച്ചോ ഈശ്വരനെ കുറിച്ചോ നമ്മളാരും ചിന്തിക്കുന്നില്ല. വികസനം പുറമോടി മാത്രമേ നമുക്കുള്ളൂ. ഏതാ സുഖ സൗകര്യങ്ങൾ മാത്രം നമ്മൾ ചിന്തിക്കുന്നു. സുഖ സൗകര്യങ്ങളുടെ അവസാനം എന്താണ്? ഏതുവരെ ഉണ്ടാവും ഈ സുഖ സൗകര്യങ്ങള്? ശ്മശാനം വരെ. നമുക്ക് എല്ലാ ആഡംബര ജീവിതങ്ങളുണ്ടായി. അസുഖാണെങ്കിൽ എന്ത് ചെയ്യും? അനവരതം അഭീഷ്ടപ്രാപ്തി കൈവന്നിടാത്ത മനുജരു മരണാന്തം മാറിടാരോഗമാർന്നാൽ ദിനവിന് വിപരീതം കാലചക്രം തിരിഞ്ഞാൽ കനകമഴ പൊഴിഞ്ഞാൽ. CCV ന്യൂസ്, പാഞ്ഞാൾ.